തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 5% വോട്ട് വർധനവ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് 40.7% ലഭിച്ചത്. ഇടതുമുന്നണിക്ക് 35.7% വോട്ടാണ് നേടാനായത്. BJPക്കും ക്ഷീണം സംഭവിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. 2% വോട്ട് വിഹിതത്തിൽ കുറവുണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ 20%-ൽ നിന്ന് 16%-ആയിട്ട് കുറഞ്ഞതായിട്ടും ചില കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഡോക്ടർ മോഹൻ വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷകൻ, അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ കഴിയുന്നത് എന്ന് വെച്ചാൽ എല്ലാം ഇഴകി പരിശോധിച്ചതാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സംസ്ഥാന തലത്തിലുള്ള വിഷയങ്ങളാണോ പ്രാധാന്യം അർഹിക്കുന്നത്, അതുമല്ലെങ്കിൽ ലോക്കൽ തലത്തിലുള്ള വിഷയങ്ങളാണോ പ്രതിഫലിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇഴകീറി പരിശോധിച്ചാണ്. ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ അതുമല്ലെങ്കിൽ ഈ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഈ മുന്നണിയുടെ ഒരു മുന്നേറ്റം, വോട്ട് വിഹിതത്തിലുണ്ടായ വർധനവ്, ഇതിനെ ഏത് രീതിയിൽ നമുക്ക് പരിഗണിക്കാൻ കഴിയും? അടുത്ത പ്രാവശ്യം കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യത ഇത് കാണിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അങ്ങേക്ക് അത് തോന്നുന്നത്? പ്രഥമ ദൃഷ്ട്യ കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള സാധ്യത ഈ സിറ്റുവേഷൻ ഇതുപോലെ തുടരുകയോ അല്ലെങ്കിൽ ലേശം തിരിച്ചടികൾ ഉണ്ടാവുകയോ ചെയ്താൽ പോലും ഇപ്പോഴത്തെ നിലയിൽ കോൺഗ്രസ് പാർട്ടിക്ക് 6 മാസത്തിന് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സംവിധാനത്തിന് ഒരു മേൽക്കൈയുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇതിന്റെ ഒരു ആഴത്തിലുള്ള അവലോകനം നിയമസഭാ നിയോജക മണ്ഡലം തിരിച്ചുള്ള അവലോകനമാണ് ഈ നിമിഷങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളും അതുപോലെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും എല്ലാം ചേർന്ന ഒരു സംവിധാനമാണ്. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് 140 നിയോജക മണ്ഡലങ്ങളുടെ കണക്കുകളായി കൺവേർട്ട് ചെയ്തെടുക്കുമ്പോൾ ഇപ്പോഴത്തെ നിലയിൽ ഒരു റഫ് എസ്റ്റിമേറ്റ് അനുസരിച്ച് 80-ൽ പരം സീറ്റുകളാണ് 140 അംഗ നിയമസഭയിൽ 80-ൽ പരം നിയമസഭാ സെഗ്മെന്റിലാണ് UDFന് ലീഡ് നിലയുള്ളത്. കേവലം 2, ചിലപ്പോൾ ഒരുപക്ഷെ 3ഓളം വരാം BJPക്ക് ലീഡ് നില കൽപ്പിക്കുന്നു. അതുപോലെ 57-58 മണ്ഡലങ്ങളിൽ LDFനും ലീഡ് നില കൽപ്പിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം വോട്ട് ഷെയർ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വോട്ട് ഷെയറിന്റെ കണക്ക് വളരെ സങ്കീർണമാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ UDF കക്ഷികൾക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് കൃത്യമായി കണക്കാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഏറെ സ്വതന്ത്രന്മാർ, ഘടകകക്ഷികൾ എല്ലാം ചേർന്നൊരു സംവിധാനം. ഇപ്പോഴും പൂർണ്ണ കണക്കുകൾ ലഭ്യമല്ല. ഇപ്പോൾ പ്രൊജക്ട് ചെയ്യുന്ന കണക്കുകൾ അനുസരിച്ചാണ് പറയുന്നത് ഏതാണ്ട് 40-ഓളം ശതമാനം, 40-ൽ പരം ശതമാനം. അതിന്റെ റൗണ്ട് അബൌട്ട് 40 എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. അത് നിർണായകമായ ഒരു നമ്പറാണ്. UDF LDF തമ്മിലുള്ള വ്യത്യാസം 4 മുതൽ 5% വരെയാണ്. അതൊരു കൺവിൻസിംഗ് മാർജിനാണ്. സാധാരണ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് വെയ്ഫർ തിൻ മാർജിനിലാണ്. 1-2% വ്യത്യാസമാണ് ജയപരാജയങ്ങളെ തീരുമാനിക്കുന്നത്. ഒരു കംഫർട്ടബിൾ മാർജിൻ LDFന് മേൽ UDFന് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് നല്ലൊരു ദിശാസൂചനയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ NDAയുടെ, അതായത് BJP ഉൾപ്പെടുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഒരു വോട്ട് ഷെയർ 20ഓളം ശതമാനമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് നോക്കുമ്പോൾ 19.87% BJP നേതൃത്വം നൽകുന്ന NDAയുടെ വോട്ട് ഷെയർ. അത് ആ രീതിയിൽ നിലനിർത്താനായി എന്ന് കരുതുന്നവരാണ് ഏറെ. പക്ഷെ അത് സീറ്റുകളുടെ നമ്പർ നോക്കുമ്പോൾ പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ BJP പിടിച്ചെടുക്കുന്ന ഘട്ടം, കോഴിക്കോട് കോർപ്പറേഷനിൽ 13 സീറ്റുകൾ ലഭിക്കുന്നു, കൊല്ലത്ത് 12 സീറ്റുകൾ ലഭിക്കുന്നു കോർപ്പറേഷനിൽ. അപ്പോൾ ഒരു തിളങ്ങുന്ന വിജയം എന്ന പ്രതീതി ജനിക്കുന്നു. എങ്കിൽ പോലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് വരുമ്പോൾ കേവലം ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മാത്രമാണ് BJPക്ക് ഭൂരിപക്ഷം. അതും കാസർഗോഡ് ജില്ലയിലെ വടക്കൻ ഭാഗത്തുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ. പക്ഷെ അത് നിയമസഭാ മണ്ഡലങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അത് കേവലം കുറവാണ്. ഒരു 1/2 നിയമസഭാ മണ്ഡലമാണ് ഒരു ബ്ലോക്ക്, ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് BJPക്കും ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അർബൻ പാർട്ടി എന്ന നിലയിൽ നിന്നും ഒരു റൂറൽ കേരളയിലേക്ക് ഏറെ സഞ്ചരിക്കാനുണ്ട് BJPക്കും എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ആകമാന ചിത്രം നോക്കുമ്പോൾ ഈ ജില്ലാ പഞ്ചായത്തുകൾ സമനിലയാണ് എന്ന് തോന്നാമെങ്കിലും UDFന് 7, LDFന് 7. പക്ഷേ UDF ജയിച്ചു വന്നത് മൃഗീയ ഭൂരിപക്ഷത്തിനാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലാ പഞ്ചായത്തുകൾ മികച്ച ഭൂരിപക്ഷത്തിനാണ് UDF ജയിച്ചു വന്നത്. അതേസമയം LDF ജയിച്ചു വന്നത് തിരുവനന്തപുരത്ത് നേർത്ത മാർജിനാണ്. കൊല്ലത്തും ആലപ്പുഴയിലും തൃശ്ശൂരും ഒരുപക്ഷെ സാമാന്യം കംഫർട്ടബിൾ മാർജിനുണ്ട്. കണ്ണൂരും കംഫർട്ടബിൾ മാർജിനുണ്ട്. അതേസമയം കാസർഗോഡ് വളരെ നേർത്ത മാർജിനാണ്. അതുകൊണ്ട്
മൊത്തത്തിൽ നോക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് രാഷ്ട്രീയ വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ UDF-ന് തന്നെയാണ് ഒരു കൃത്യമായ മേൽക്കൈ. ഗ്രാമപഞ്ചായത്തിലാണ് പലപ്പോഴും LDF-ന് മേൽക്കൈ ഉള്ളത്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണത്തിൽ വളരെ വലിയ വാർഡുകളുടെ എണ്ണത്തിലും പഞ്ചായത്തുകളുടെ ഭരണസമിതികൾ രൂപീകരിക്കാനുള്ള എണ്ണത്തിലും LDF-ന് ഭീമമായ കുറവ് വരുന്നത്. ഏതാണ്ട് 340ഓളം ഗ്രാമപഞ്ചായത്തുകൾ മാത്രമാണുള്ളത്. UDF-ന്റെ അംഗസംഖ്യ ഏതാണ്ട് 500 കടന്നിരിക്കുന്നു ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം. അതുപോലെ ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ശരി, മൊത്തത്തിൽ കോൺഗ്രസിനും UDF-നും ത്രിതല സംവിധാനത്തിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ കണക്കിൽ കൃത്യമായ മേൽക്കൈ ലഭിച്ചിരിക്കുന്നു. ഇതൊരു സൂചനയാണെങ്കിൽ ഇതുപോലെ തന്നെ പോകണമെന്നില്ല. അടുത്ത 6 മാസത്തിനുള്ളിൽ വിവിധങ്ങളായ വിഷയങ്ങൾ ഉണ്ടാകാം, പുതിയ ഫോർമേഷൻസ് ഉണ്ടാകാം. ഇതെല്ലാം പരിഗണിച്ച് മാത്രമേ അന്തിമമായ തീരുമാനങ്ങളിൽ എത്താൻ കഴിയൂ, അന്തിമമായ നിഗമനങ്ങളിൽ എത്താൻ കഴിയൂ എന്നുകൂടി ഓർക്കണം. മറ്റൊരു കാര്യം നമുക്കറിയാം, അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിഷയങ്ങൾ പലപ്പോഴും പല തെരഞ്ഞെടുപ്പിനും എന്ന് വെച്ചാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ്, അതും അല്ലെങ്കിൽ ദേശീയ തെരഞ്ഞെടുപ്പ്, അതും അല്ലെങ്കിൽ ലോക്കൽ ബോഡി, ഇത് വിഷയങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കും ആളുകൾ ടേക്കപ്പ് ചെയ്യുന്ന വിഷയങ്ങൾ. അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ കോൺഗ്രസിന്റെ ഈ ഒരു ഭൂരിപക്ഷം നമുക്കെങ്ങനെ ഏത് അർത്ഥത്തിൽ എടുക്കാൻ കഴിയും? അതുമല്ലെങ്കിൽ ഇപ്പോൾ രാഹുലിന്റെ വിഷയം, ആ വിഷയം ഒരുപക്ഷെ സംസ്ഥാന തലത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന് അത് പക്ഷേ ഇതിലും കൂടുതൽ എഫക്റ്റ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് രീതിയിലേക്ക്, ഇപ്പോൾ ഒരു കിറ്റ് കൊടുത്ത് കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരു പ്രതീതിയിലേക്ക്, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിലേക്ക് എത്താനുള്ള സാധ്യത ഇനിയും നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായും ഈ ഇൻകംബന്റ് അഡ്വാൻറ്റേജ്, അതായത് നിലവിലുള്ള ഒരു ഭരണകൂടത്തിന് മാത്രം ലഭിക്കുന്ന അഡ്വാൻറ്റേജ് ആണ് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുക, ഒരു അജണ്ട സെറ്റ് ചെയ്യുക, പണം ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തിക്കുക. ഇതെല്ലാം ഒരിക്കലും പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ചെയ്യാനാവുന്ന കാര്യങ്ങളല്ല. പക്ഷെ അതേസമയം തന്നെ ഭരണപക്ഷം അനുഭവിക്കുന്ന ആന്റി ഇൻകംബൻസി, പോലീസിന്റെ പരാജയം, നിയമവാഴ്ചയുടെ പരാജയം, എല്ലാ കാര്യങ്ങളും ഭരണകൂടത്തിനെതിരെ തന്നെയാണ് വരുന്നത്. ഇവിടെ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് കാര്യങ്ങളൊന്ന് മൊത്തമായി വിലയിരുത്തിയപ്പോൾ എടുത്ത ഒരു തീരുമാനവും നിഗമനവും സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്തല്ല ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം സുഗമം. പക്ഷേ ശബരിമല വിഷയത്തിൽ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു. ന്യൂനപക്ഷ സമുദായം, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ മലബാർ മേഖലയിലെ മുസ്ലിം സമുദായത്തിന്റെ ഒരു ഏകീകരണം, UDF-ന് അനുകൂലമായി സംഭവിച്ച ഏകീകരണം മുതലായ വിഷയങ്ങളിൽ ചെറിയ പാളിച്ച സംഭവിച്ചിരിക്കുന്നു. അതാണ് LDF-ന്റെ ഈ ഭീമമായ പരാജയത്തിന് കാരണം. അല്ലാതെ സ്വന്തം പരാജയം, ഭരണ പരാജയങ്ങൾ ഒട്ടും തന്നെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഭരണം പരാജയമല്ല എന്നൊരു വിലയിരുത്തലാണ്. യഥാർത്ഥത്തിൽ വസ്തുത അധിഷ്ഠിതമായി നോക്കുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരമാണ് പൊതുവേ കാണാൻ, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ കാണുന്നത് ഒരു ഭരണവിരുദ്ധ വികാരമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഭരണത്തിൽ ഏതെല്ലാം മാറ്റങ്ങൾ, രീതികളിൽ, അപ്രോച്ചുകളിൽ ഇതെല്ലാം മാറ്റങ്ങളാണ് വരുത്താവുന്നത് എന്ന് ചിന്തിക്കുകയാണ് ബുദ്ധിപരമായ സമീപനം. അതേസമയം ഇവിടെ എല്ലാം ഭദ്രം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നന്നാകാനുള്ള, തിരുത്താനുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. ഇവിടെ സ്വർണ്ണപ്പാളി വിഷയം തീർച്ചയായും അത് ഭരണത്തിന്റെ പരാജയത്തിന്റെ ഭാഗം കൂടിയാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഒരു ഭരണകൂടത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവം റിഫ്ലക്ട് ചെയ്യുന്നതാണ്. ദേവസ്വം ബോർഡ് ഇസ് എ പൊളിറ്റിക്കൽ അപ്പോയിന്റീസ് അതിനകത്തുള്ളത്. അപ്പോൾ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മ വന്നു എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം തീർച്ചയായും ഗവൺമെന്റ് ഓഫ് കേരളയ്ക്കാണ്, അല്ലെങ്കിൽ അവരെ നിയമിച്ച ആളുകൾക്കാണ്. അത് വലിയ തോതിലാണ് ഹൈന്ദവ മനസ്സുകളെ വേണ്ടപ്പെട്ടത്. വിശ്വാസ സമൂഹത്തിന്റെ ചിന്തകൾ തന്നെ മാറി മറിയുന്ന ഒരു കാഴ്ച കണ്ടു. അതേപോലെ തന്നെ ഈ ഹിന്ദു പാർട്ടി എന്ന നിലയിൽ കൂടി LDF പൊസിഷൻ ചെയ്യുകയാണ്, അല്ലെ ഹിന്ദു മുന്നണി എന്ന രീതിയിൽ പൊസിഷൻ ചെയ്യുകയാണോ എന്ന ഒരു ചിന്ത LDF-ന് ഉള്ളിൽ നിന്ന് തന്നെ വരുന്നു. പ്രത്യേകിച്ചും ഈഴവ സമുദായത്തിന് കാര്യമായ പ്രാധാന്യം നൽകിക്കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഈഴവ വോട്ടുകൾ തിരിച്ച് UDF-ലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശന്റെ ഉൾപ്പെടെയുള്ള ചില വിവാദ പ്രസ്താവനകളെ പിന്തുണയ്ക്കുന്ന LDF-ന്റെ ഒരു നിലപാട്, അത് ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണത്തിന്, ഇടതുപക്ഷത്തിനെതിരെയും UDF-ന് അനുകൂലമായും ഉള്ള ഏകീകരണത്തിന് കലാശിച്ചു എന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഗവൺമെന്റ് ഓഫ് കേരള പരാജയപ്പെടുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പരാജയപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ചില നേതാക്കളുടെ ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവനകൾ ഉൾപ്പെടെ അത് വളരെ ഗൗരവമായി, കൂലങ്കഷമായി ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതെല്ലാം തന്നെ ഭരണകൂടത്തിന്റെ ഇൻകംബന്റ് എന്ന നിലയിൽ ഓരോ മന്ത്രിയും പറയുന്ന കാര്യങ്ങൾ, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എല്ലാം തന്നെ തീർച്ചയായും ജനം സാഗുതം കേൾക്കും. അതുകൊണ്ട് ഡെവലപ്മെന്റിന് അജണ്ട സെറ്റ് ചെയ്തു എന്നത് നിഷേധിക്കാനാവില്ല. ക്ഷേമ പെൻഷനുകൾ വലിയ തോതിൽ പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ അതിന് തുക കൂട്ടുകയാണ്. അതെല്ലാം സ്വാഗതാർഹമായ കാര്യമാണ്. അവസാന നിമിഷമാണ്
അതെല്ലാം ചെയ്തത്. അത് ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. അവസാന നിമിഷം നടത്തുന്ന ഈ നീക്കങ്ങൾ എത്രത്തോളം ഇലക്ഷൻ പ്രയോജനകരമാകും എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. ആ ഒരു ബുദ്ധിമുട്ടാണ് ശ്രീ എം മണിയുടെ ഭാഗത്ത് നിന്ന് ഒരു നാടൻ പ്രയോഗത്തിന്റെ രൂപത്തിൽ വന്നത്. അങ്ങനെ ഗവൺമെന്റ് അനുഭവിച്ച ചില ബുദ്ധിമുട്ടുകളാണ്. ക്ഷേമ പെൻഷനുകളും കിറ്റും ആഹാരവും അല്ലെങ്കിൽ റേഷനും എല്ലാം നൽകുമ്പോൾ അത് വാങ്ങി ഭക്ഷിച്ചതിന് ശേഷം തിരിഞ്ഞുകുത്തി ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്തു, നന്ദികേട് കാട്ടി സംവിധായകർ എന്ന ഒരു നറേറ്റീവ് അവിടെ വരുന്നത് അത്ര ആരോഗ്യപരമായ ഒരു സമീപനമല്ല. പക്ഷെ അത് മനസ്സിൽ തട്ടി വരുന്ന വാക്കുകളാണ്. തൽക്കാലത്തെ ക്ഷോഭത്തിന് പറഞ്ഞതായിരിക്കാം. പിന്നീട് അദ്ദേഹം അതിനുള്ള പ്രായശ്ചിത്തം വാക്കുകളുടെ രൂപത്തിൽ പറയുകയും ചെയ്തു എന്നത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. പക്ഷേ ദ ഡാമേജ് ഈസ് ഡൺ. പക്ഷെ അത് പോരാതെ വരുന്നു. കാരണം ക്ഷേമ പദ്ധതികളിലൂടെ മാത്രം ഇത് നാട്ടുകാരുടെ പണമാണ്, നികുതിദായകന്റെ പണമാണ്, ആരുടെയും കുടുംബസ്വത്തല്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തലുകൾ വീണ്ടും വീണ്ടും വരാൻ മാത്രമേ ഇതുപോലെയുള്ള പ്രസ്താവനകൾ സഹായിക്കൂ. അതുകൊണ്ട് സമഗ്രമായ നയങ്ങളിൽ മാത്രമല്ല, സമീപനങ്ങളിലും നയങ്ങളിലും സമഗ്രമായ പൊളിച്ചെഴുത്ത് ആവശ്യമുള്ള, അതുപോലെ തന്നെ ഈ CPM-ന്റെ കാഡറിന്റെ അല്ലെങ്കിൽ നേതാക്കളുടെ ധാർഷ്ട്യത്തിന്റെയും ധിക്കാരത്തിന്റെയും ഒക്കെ സ്വരം അതെല്ലാം നേർപ്പിച്ചു കൊണ്ടുവന്നെങ്കിൽ മാത്രമേ CPM-നും LDF-നും മുന്നോട്ട് പോകാനൊക്കൂ എന്ന സന്ദേശമാണ് കേരള ജനത കൃത്യമായി നൽകിയിരിക്കുന്നത്. വളരെ നന്ദി അങ്ങ് ഞങ്ങളോടൊപ്പം ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡോക്ടർ മോഹൻ വർഗീസ് അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളുമായിട്ട് സംസാരിച്ചത്. വളരെ നന്ദി ഞങ്ങളോട് ഒപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.